എന്താ ലുക്ക്! ഈ ദേഷ്യം, അഹങ്കാരം, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാ നിന്റെ ആഭരണങ്ങൾ. നിനക്കൊരു കാര്യം അറിയാവോ? ഞാനൊന്ന് കണ്ണ് കാണിച്ചാൽ മതി, ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കും. പക്ഷേ നിന്റെ അത്രയൊന്നും അവര് വരില്ല. എനിക്ക് ഇതുപോലെ നിന്നെ പോലെ എതിർത്ത് നിൽക്കുന്നവൾ, ഞാൻ എന്തു തന്നെ പറഞ്ഞാലും എതിർത്ത് സംസാരിക്കണം. അത് തന്നെ എനിക്കിഷ്ടം. ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതും എനിക്കിഷ്ടമാ. എനിക്ക് ഈ കോപമുണ്ടല്ലോ, അതിനൊരു ഭംഗിയാ. അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാ. കൈയെടുക്ക, അതാ നിനക്ക് നല്ലത്. എന്ത്? നിന്റെ അമ്മാവനെ അമ്മായിയൊന്നും നിനക്ക് ഇഷ്ടമല്ലേ? ഏയ്, നീ കരുതുന്നത് പോലെ ഞാനൊരു സാധാരണ പെണ്ണല്ല. ആ, ഞാനും വെറും ഒരാണല്ല, സ്പെഷ്യലാണ് ഞാൻ. ഈ ദേഷ്യം നിനക്ക് വളരെ ഭംഗി നൽകുന്നു. കൈ വിടാനാ പറഞ്ഞേ. കൈവിടാം, പ്രാണൻ വിടാൻ നിന്റെ അമ്മാവനും അമ്മായും തയ്യാറാണോ? ഇവനെ ഞാൻ ഇന്നും ഒറ്റ വെടിക്ക് നിന്നെ തീർക്കും ഞാൻ. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന്. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ലേ? അത് കഴിഞ്ഞപ്പോ കണ്ണിന് നല്ല കുളിർമയായി. എന്റെ ശരീരവും മനസ്സും എല്ലാം ഒന്ന് കുളിർക്കണ്ടേ? അങ്ങനെ കുളിർക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. കേട്ടേ പറ്റൂ. ഇരുപത്തിനാല് വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരാൾക്ക് ഇതൊരു ടൈം വേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് കേക്ക് മോളെ. ഞാൻ ആ സ്വർഗത്തിനായി കാത്തിരിക്കുകയാണ്. നിന്റെ അമ്മാവനും അമ്മായിയും ജീവനോടെ ഇരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അവരുടെ പ്രാണൻ എടുക്കുന്നത് വേണ്ടെന്ന് വെക്കാം. നിന്റെ ആ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് ഓടിപ്പോ മോളെ, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾ പറയുന്നത് കേക്ക് മോളെ, നീ ഓടി രക്ഷപ്പെട്. പോ മോളെ, ഞങ്ങളുടെ പ്രാണം പോയാലും കുഴപ്പമില്ല, നീ രക്ഷപ്പെടു മോളെ. ചേടാ, എന്തൊരവസ്ഥയായത്! എടാ, ഇവരെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോടാ, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ഷൂട്ട് ചെയ്തോളേ. കൊണ്ടുപോടാ, ഇവിടെ കണ്ടുപോകരുത്. സമ്മതിക്കുന്നോ അതോ ഇല്ലയോ? പറയുന്നോ ബേബി, പറയുന്നോ ബേബി. എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? എന്നെ വെറുതെ വിട്ടേക്ക്. നിനക്ക് എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? നാടകം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് അറിയില്ല നിനക്ക്. 24 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പ്രിയതമന്റെ കൂടെ പ്രണയത്തിന്റെ അനന്തതയിൽ ഒഴുകി നടന്നപ്പോ അവനെ കൊന്നുകളഞ്ഞിട്ട് നിന്നെ നേടിയെടുക്കാൻ വന്നവനാണ് ഞാൻ. ഏയ്, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്താണോ? എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്കിപ്പോഴും 23 വയസ്സേ ആയിട്ടുള്ളൂ. നീയാണെങ്കി 24 വർഷത്തെ കഥയാണല്ലോ പറയുന്നത്. നാടകം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അന്ന് എന്റെ കയ്യിൽ നിന്ന് മിസ്സായ ഇര എന്റെ വലയിൽ വന്നിങ്ങനെ കുരുങ്ങിക്കിടക്കുമ്പോ വേണ്ടാന്ന് വെക്കാൻ ഞാൻ അത്ര വിഡ്ഢിയാണോ? എനിക്ക് നിന്നെ വേണം, ഇങ്ങനെ മുഴുവനായിട്ട് വേണം, എനിക്ക് സ്വന്തമായിട്ട്. ഓട് ഓട്, ശാപം തീരാൻ പോകുന്നു. വലിയ രീതിയിൽ കലഹം നടക്കുവാൻ പോകുന്നു. എന്തു തന്നെ സംഭവിച്ചാലും, സകല ദുർലക്ഷ്യ ദുഷ്ടശക്തികൾ എതിരെ വന്നാലും പ്രളയാഗ്നിയിൽ വെന്തിച്ചുട്ട് ഭസ്മമാവാൻ പോവുകയാണ്. ഇത്രയും നാൾ മറച്ചുവെച്ച സത്യം ഇപ്പോൾ പുറത്തു വരാൻ പോകുമ്പോൾ, സത്യത്തിന് മരണമില്ല കൈലാസനാഥേശ്വര. സത്യം മനസ്സിലാവാതെ, സത്യം അറിയാതെ ജീവിച്ചവർ സത്യം അറിഞ്ഞുടനെ തിരിച്ചു വീണു പോകുമോ?
ദുഷ്ടരുടെ രക്തം വീട് ഭൂമി ചുമക്കട്ടെ. അവന്റെ മരണം കണ്ട് അവരുടെ മനസ്സ് കുളിരട്ടെ, കുളിരട്ടെ. ജയ് ഭോലേനാഥ. ഏയ്, ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ നിന്റെ പ്രിയതമനെ കൊന്നില്ലേ അതേപോലെ കൊന്നുകളയും ഞാൻ. നീ നിന്നു അല്ലേ? ഇത് കേട്ടാൽ നീ നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും തീർത്തു കളയും. അന്ന് നിന്റെ പ്രിയതമനെ കൊന്നില്ലേ അതുപോലെ നിന്നെയും ഞാൻ തീർത്തു കളയും. ആ, നിൽക്ക്. അവൾക്ക് സംഭവിക്കുവാൻ പോകുന്ന അപകടം തടയുവാൻ നീ പോവുകയാണോ? അയ്യോ, ഒരു ലോകത്തിന്റെ മുഴുവൻ സൈന്യത്തിന്റെ റാണിയാണവൾ. ഒരു ലോകത്തിന്റെ സൈന്യത്തിന്റെ റാണിക്ക് ഒരു പുഴുവായ മനുഷ്യൻ എന്താണ്? അവൻ നാശമാവുന്നത് കണ്ടാൽ നിനക്ക് നിന്റെ കണ്ണുകൾക്ക് അപായമാണ്. ഒന്ന് തെളിച്ചു പറയൂ സ്വാമിജി, എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് പറഞ്ഞു തന്നാലും മനസ്സിലാവുകയില്ല. അത് മനസ്സിലാക്കി തരുവാനുള്ള അവസ്ഥയിലല്ല ഞാനും. ഇത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, എല്ലാ കാര്യങ്ങളും ആ പരമേശ്വരന്റെ ആജ്ഞയാൽ സംഭവിക്കുന്നതാണ്. നിനക്ക് ഇവിടുന്ന് പുറത്തു പോകുവാൻ പോലും അനുമതിയില്ല. പോകൂ, നീ തിരിഞ്ഞു നോക്കാതെ പോകണം. അല്ല സ്വാമിജി, അവൾക്കൊരപായവും ഉണ്ടാവുകയില്ല. നിനക്ക് വേണ്ടി സന്തോഷത്തിന്റെ ഒരു കാര്യം കാത്തിരിക്കുന്നു. ദുഷ്ടരുടെ രക്തം വരാൻ, ശത്രുവിന്റെ നാശം ഉണ്ടാവാൻ പോവുകയാണ്. പോകാൻ പോകൂ. ജയ് ഭോലേനാഥ. ദുഷ്ടരുടെ രക്തം ഒഴുകട്ടെ, ശിഷ്ടരുടെ മേൽ നിന്റെ ആശീർവാദമുണ്ടാവട്ടെ. ജയ് ഭോലേനാഥ. വാ ദിഗ്വിജയ, വാ. കൃത്യസമയത്താണ് നീ വന്നത്. നിന്നോട് വരാൻ പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അതിനുള്ളിൽ നീ തന്നെ വന്നിരിക്കുന്നു. നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? മഹാപ്രേരണ പൂജയ്ക്കായി കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് പറഞ്ഞില്ലേ? അതെ ഗുരുക്കളെ, എന്തൊക്കെയാണ് വേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട പൂജയാണ്. യാതൊരു തടസ്സങ്ങളും സംഭവിക്കാതെ ഈ പൂജ അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ വളരെ ശ്രദ്ധിച്ചു വേണം ഈ പൂജ നടത്താനെന്ന്. നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ഈ പൂജ തടസ്സപ്പെടുത്താനായി പല നീക്കങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒരു രക്ഷാകവചത്തിൽ ബന്ദികളായിരിക്കണം. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. അതിനിപ്പോ എന്താണ് ചെയ്യേണ്ടത് ഗുരുക്കളെ? നിന്റെ സ്നേഹിതൻ ഒരാളില്ലേ, വിഷകണ്ഠ, അവന്റെ മുഖത്ത് മരണം നിഴലിക്കുന്നതായി കാണുന്നു. അധികം താമസമില്ലാതെ അവന് മരണം സംഭവിക്കുന്നതായിരിക്കും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പൂജ നടത്തി ഒരു രക്ഷാകവചം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നിന്റെ സ്നേഹിതനോട് ധരിക്കാൻ പറയൂ. ഈ രക്ഷാകവചം അവൻ ധരിച്ചു കഴിഞ്ഞാൽ നാഗങ്ങളിൽ നിന്നും, ഗരുഡന്മാരിൽ നിന്നും, യക്ഷ, കിന്നര, കിംപുരുഷന്മാരിൽ നിന്നും അവന് രക്ഷപ്പെടാനുള്ള മാർഗമായി മാറുന്നത്. ഇത് വാങ്ങൂ.
എന്നിട്ട് അവനോട് ധരിക്കാൻ പറയും. പറ്റുന്നത്രയും വേഗം പോകൂ, അല്ല എങ്കിൽ അവന് മരണം സംഭവിക്കും. ആയിക്കോട്ടെ ഗുരുക്കളെ, ഇപ്പൊ തന്നെ ഞാൻ പോവാം. ജയ് ജ്വാലമാലിനി, അവനെ നീ സംരക്ഷിക്കൂ. ഷൈലു, ഷൈലു! അയ്യോ, പങ്കജം, നമ്മൾ തെറ്റ് ചെയ്തു പോയല്ലോ. നാടകം കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഈ രാക്ഷസന്മാരുടെ കൈ വന്ന് പെട്ടുപോയി. ഷൈലു ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചതൊന്നും അറിയില്ലല്ലോ. നമ്മൾ അവളെ വിളിച്ചു വരുത്താൻ പാടില്ല. നമ്മള് കാരണം അവളും പെട്ടുപോയി. ചേട്ടാ, ആരെയോള് കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് തുണി മാറിക്കളഞ്ഞല്ലോ. നീ ഇങ്ങനെ പെരുമാറിയാൽ ഞാൻ പേടിച്ചു പോകുന്നു വിചാരിച്ചോ? കണ്ടില്ലേ കയ്യിൽ എന്താണെന്ന്? ഒരു ബുള്ളറ്റ് മതി നിന്റെ ജീവിതം തീർക്കാൻ. ചേട്ടാ, എന്തിനാ നോക്കിയിരിക്കണേ? വേഗം വെടിവെക്ക് ചേട്ടാ. ഏയ്, വെടിവെച്ച് കൊന്നുകളയാൻ വേണ്ടിയല്ല ഞാൻ ഇവളെ ഇവിടേക്ക് വരുത്തിയത്. എന്റെ എത്ര നാളത്തെ സ്വപ്നമാണെന്നറിയാവോ ഈ സുന്ദരി? എന്റെ ആഗ്രഹം തീരാതെ ഇവളെ കൊന്നുകളയണോ ഞാൻ? ഏയ്, അന്ന് നീ നിന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം റൊമാൻസ് ചെയ്തോണ്ടിരുന്നില്ലേ? അന്ന് നിന്നെ നോട്ടവിട്ടതാ ഞാൻ. അന്നു മുതൽ ഇത്രയും വർഷക്കാലം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. മനസ്സിലായോ നിനക്ക്? ഞാൻ പറയുന്നതനുസരിച്ചാൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, വെറുതെ വിടാം. ഓക്കെ അല്ലേ? ഏയ്, പെണ്ണെന്ന് പറഞ്ഞ അത്രയ്ക്ക് കേവലമാണോ നിനക്ക്? പെണ്ണിനെ അപമാനിച്ചവർക്ക് നല്ല ജീവിതമില്ല, എല്ലാം മണ്ണായിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വാടാ. ആരാടാ ഇവൾ ഇങ്ങനെയൊക്കെ? അത് നാഗറാണിയാടാ. ഇപ്പൊ കാണിക്കുന്നേ. ഏയ്, നിന്റെ കളിയൊന്നും എന്റെ മുമ്പിൽ നടക്കില്ല. ഇനി എന്റെ അടുത്തേക്ക് വാടാ. ഏയ്, വിടില്ല നിന്നെ ഞാൻ.
തേടുകയായിരുന്നു ഞാൻ. നിന്നെ തന്നെ തേടുകയായിരുന്നു ഞാൻ. ഒന്നല്ല, രണ്ടല്ല, 24 വർഷമായിട്ട് തേടുകയാ ഞാൻ. നിന്റെ ഉദ്ദേശം മനസ്സിലാവാതെ കുഴപ്പത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ നീ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നെ വെറുതെ വിട്. ഞാൻ ഇനി ഒന്നിനും ഞാൻ വരില്ല. നിന്നെ ഞാൻ വെറുതെ വിടാനോ? അങ്ങനെ വെറുതെ വിടാൻ ഒരു കാരണമെങ്കിലും പറ. നീ മനുഷ്യനായിട്ട് ജീവിക്കാൻ പോലും അർഹതയില്ല നിനക്ക്. പെണ്ണിനെ ബഹുമാനിക്കാനോ അറിയില്ല നിനക്ക്. ഞങ്ങളുടെ ലോകത്തിന്റെ സ്വത്ത് അപഹരിച്ച ദുഷ്ടനാണ് നീ. നിന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുക്കുന്നതേ തെറ്റാണ്. ആ തെറ്റ് ഞാനും ചെയ്യില്ല, ഞങ്ങളുടെ ലോകത്തുള്ള ആരും ചെയ്യില്ല. പറയടാ, മരിക്കുന്നതിന് മുന്നേ സത്യം എന്താന്ന് പറയാൻ. ആദിശേഷനെ കൊന്ന് നാഗമാണിക്യം സ്വന്തമാക്കിയപ്പോ നിന്റെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് പറയാൻ. എനിക്കറിയില്ല. നീ പറയില്ല അല്ലേ? പറയാം. ദിഗ്വിജയൻ, ദണ്ഡപാണി, സാമ്രാട്ട് സാംബശിവൻ, പിന്നെ ഭൂപതി. പറ, ആ ദിഗ്വിജയൻ മരിച്ചതാണോ അതോ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ എന്നെ കൊല്ലുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്തിനാ സത്യം ഞാൻ പറയുന്നത്? പറയില്ലേ? സത്യം നീ പറയില്ല അല്ലേ? പറയാൻ. ഏയ്, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, സത്യം പറയാൻ. ഏയ്, പറ. മരിച്ചെന്നാ തോന്നുന്നേ. എന്താ ഇപ്പൊ ചെയ്യാ? ശവദർശനം അല്ല, സത്യദർശനം. ശ്മശാന രുദ്രേശ്വര. അവസാനം ആ ദുഷ്ടമനുഷ്യന് ശ്മശാനത്തിന്റെ വഴി നീ കാണിച്ചു കൊടുത്തല്ലേ? ഇതൊരു സത്യദർശനമാണ്. ഇതുവരെ സംഭവിച്ചത് വെറും സൂചനകൾ. ഇനിയും സംഭവിക്കാൻ പോകുന്നത് മഹായുദ്ധം. അയ്യോ, പാമ്പിന്റെ വേഷമുള്ള ദുഷ്ടമാനവൻ ചത്തു വീണിരിക്കുന്നു. മുന്നോട്ടിനിയും നോക്ക്, മറ്റൊരു മനുഷ്യനും ചത്തു വീണിരിക്കുന്നു. വെറും ഒരു തുള്ളി വിഷത്താൽ ഈ ലോകം തന്നെ മലിനമായിരിക്കുന്നു. മോഷ്ടിച്ചവൻ മരിച്ചു, വൈരാഗ്യം മരിച്ചിട്ടില്ല. അയ്യോ മഞ്ജുനാഥ, എനിക്ക് പേടിയാവുന്നു. നമ്മളെ കൊല്ലുന്നതായിരുന്നു. അയ്യോ ഷൈലു മോളെ. ഇതെന്താ? ഞാനെന്താ ഇവിടെ കിടക്കുന്ന? എന്താ സംഭവിച്ചത്? അവനെന്നോട് ഡ്രസ് മാറിയിട്ട് വരാൻ അയ്യോ, ഇവർക്കൊക്കെ എന്താ പറ്റിയത്? എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? അയ്യോ, മരിച്ചല്ലോ. എന്താ ഇവർക്കൊക്കെ പറ്റിയത്? ഞാനാണോ ഇതൊക്കെ ചെയ്തത്? അയ്യോ, അന്ന് ദണ്ഡപാണി കൊന്നു കളഞ്ഞ പോലെ ഇന്ന് ഞാനാണോ ഇവരെയൊക്കെ കൊന്നു കളഞ്ഞത്? ദൈവമേ, എനിക്ക് എന്താ സംഭവിക്കുന്നത്?